ലണ്ടനിലെ പുതിയ ചൈനീസ് സൂപ്പർ എംബസിയിൽ 200-ൽ അധികം ഇന്റലിജൻസ് ഓഫീസർമാർ ഉണ്ടാകുമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തലുകൾ ടവർ ഓഫ് ലണ്ടന് സമീപമുള്ള റോയൽ മിന്റ് സൈറ്റിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. MI-15-ൽ നിന്നും സ്കോട്ട്ലാൻഡ് യാർഡിൽ നിന്നുള്ള മുന്നറിയിപ്പിനെ അടിസ്ഥാനമാക്കി മുൻ സർക്കാർ ഇവിടത്തെ പ്രവർത്തനത്തെ നിർത്തിവച്ചിരുന്നു. ലേബർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അത് പുനരാരംഭിക്കുകയായിരുന്നു. സുപ്രധാനമായ സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് സമീപം അത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന്റെ അപകടത്തെക്കുറിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നഗരത്തിലെ ഫിനാൻഷ്യൽ ഹബ്ബുകൾക്കും കാനറി വാർഫിനും ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെടെ 3 പ്രധാന ഡാറ്റാ സെന്ററുകൾക്ക് സമീപവുമാണ് ഈ സ്ഥലം. ഭൂഗർഭ മുറികളും ടണലും ഉൾപ്പെടെയുള്ള എംബസിയുടെ പ്ലാൻ ഈ വർഷം ആദ്യം മെയിൽ ഓൺ സൺഡേ പ്രസിദ്ധീകരിച്ചതാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തായി വിദ്യാർത്ഥികളുടേതിന് സമാനമായി ചാരന്മാരുടെ ഒരു ക്യാമ്പ് ഉയർന്നു വരികയാണെന്നാണ് ചില വൃത്തങ്ങൾ നൽകുന്ന സൂചന.